ഫ്ലവർ UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഡോൺ സാവിയോ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും പറവൂർ AEOയുമായ നിഖില ശശി ഈ മാഗസിൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻഷ്യൽ റവറന്റ് സുപ്പീരിയർ സിസിലി CSST മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് C റോസ് മാർഗരറ്റ്, റവറന്റ് ഫാദർ ആന്റണി കുരിശിങ്കൽ, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ, ജസ്ന ഹാരിസ്, സൂസൻ ഫാമില, മാസ്റ്റർ ഏഞ്ചൽ റോയ് ബിജു എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും പ്രധാനാധ്യാപിക മേരി ഷീന ടീച്ചർ, സിനി ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തുകയും ലോക്കൽ മാനേജർ റവറന്റ് C സെസിൽ CSST സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് അതിഗംഭീരമായ കലാപരിപാടികളും അരങ്ങേറി. I would like to welcome our PTA President, Mr. Don Savio. He always put his effort for the upliftment of our school. It is a pleasure to welcome Mr. Don Savio to this function. പന്തലിച്ച് നിൽക്കുന്ന സ്ഥാപന സമുച്ചയത്തിൻ്റെ ആദ്യ സംരംഭം എന്ന നിലയിൽ കർമ്മലീത്ത സന്യാസിനികൾ 1925 എളിയ സേവന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമിട്ട അതേ വർഷം തന്നെ ഒരു പെൺ പള്ളിക്കൂടമായാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ജാതിമത ഭേദമന്യേ ഏവർക്കും ഈ സ്ഥാപനം തണലേകി. തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ ക്ലാസ് വീതം ഉയർത്തി. രക്ഷകർത്താക്കളുടെ ആവശ്യപ്രകാരം ഇവിടെ ആൺകുട്ടികളെയും പ്രവേശിപ്പിച്ചു. ഇന്ന് 14 ഡിവിഷനുകളിലായി 550ഓളം വിദ്യാർത്ഥിനികൾ അധ്യയനം നടത്തുന്നു. ശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈ വിദ്യാലയം മുൻനിരയിൽ എത്തി നിൽക്കുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. തൽപരരാക്കുന്നതിൽ അധ്യാപകർ അശ്രാന്തം പരിശ്രമിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഒരു സ്നേഹാധിഷ്ഠിത സംസ്കാരം രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. നല്ല മനസ്സിൻ്റെ ഉടമകളും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് 2024-25 വർഷത്തെ ബഹുമാനരായ PTA MPTA ഭാരവാഹികൾ. KCSL കുട്ടികളുടെ ശാരീരികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനും ആധ്യാത്മികമായ ഉന്നമനത്തിനും കുട്ടികൾക്ക് വേണ്ടത്ര അവസരങ്ങൾ നൽകുന്നുണ്ട്. ഈ വർഷത്തെ KCSLന്റെ പ്രവർത്തനങ്ങൾ ഏറെ സജീവവും ഊർജ്ജസ്വലവുമായിരുന്നു. വിവിധ ക്ലബ്ബുകൾ പഠനം കൂടുതൽ എളുപ്പവും ആസ്വാദ്യകരവും ആരോഗ്യകരവും ശുചിത്വപൂർണവും ആക്കുന്നതിനു വേണ്ടി ഗണിതം, സാമൂഹ്യം, ശാസ്ത്രം, കാർഷികം, ഹെൽത്ത്, പ്രവൃത്തി പരിചയം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ക്ലബ്ബുകൾ രൂപീകരിച്ചു. വിദ്യാരംഗം അന്നേ ദിവസം നടത്തിയ സാന്റാക്ലോസ് മത്സരവും കൗതുകമുളവാക്കുന്നവയായിരുന്നു. ഫൗണ്ടേഴ്സ് ഡേ സഭാസ്ഥാപക മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമയുടെ ജന്മദിനം സാഘോഷം ആഘോഷിച്ചു. കുട്ടികൾ മദറിന്റെ ജീവചരിത്രം അവതരിപ്പിച്ചു. കുട്ടികളുടെ നൃത്താവിഷ്കാരവും പ്രസംഗവും ഉണ്ടായിരുന്നു. അന്നേ ദിവസം അധ്യാപകരും കുട്ടികളും മദറിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. MPTA അംഗങ്ങൾക്കും ഒരുപോലെ നവോന്മേഷം പകരുന്നവയായിരുന്നു. ഈ കാലയളവിൽ എല്ലാ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിലും
വിവിധ പ്രവർത്തന പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചർച്ച സജീവമാക്കി ഓരോ പ്രവർത്തനവും നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞ ഓരോ പ്രവർത്തനങ്ങളും തങ്ങളുടേതായ വ്യക്തിത്വം കൊണ്ട് കയ്യൊപ്പ് പതിപ്പിച്ച അധ്യാപകർ, സിസ്റ്റേഴ്സ്, അനധ്യാപകർ, വിദ്യാർത്ഥിനികൾ, PTA, MPTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, മറ്റു രാഷ്ട്രീയ, സാമൂഹിക, ആധ്യാത്മിക പ്രവർത്തകർ എന്നിവരോടുള്ള ആദരവ് ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. It is an absolute honor to welcome our esteemed guest, the renowned senior artist Mr. Rajiv Parmeshwar. Your presence today adds glamour and inspiration to the special occasion. On behalf of Little Flower UPS Balipur, we extend a warm and heartfelt welcome. It is my great privilege to warmly welcome our esteemed provider, Sister Nilima, to our centenary annual celebration. Sister, your guidance and values have always been instrumental in nurturing and the spiritual moral growth of everyone. Sister, your presence high today is a true blessing for this occasion. On behalf, everyone have a heartfelt welcome to you, Sister. അധ്യക്ഷൻ പെരിയ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവേ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ നീലിമ CSST, AEO നോർത്ത് പറവൂർ, ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ ശ്രീമതി നിഖില ശശി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് സിസ്റ്റർ റോസ് മാർഗരറ്റ് CSST, AEO വൈപ്പിൻ ശ്രീമതി ഷൈനാമോൾ, മഞ്ഞുമാത ബസിലിക്കയുടെ റെക്ടർ റവറൻഡ് ഫാദർ ആന്റണി കുരിശിങ്കൽ, ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി രമണി അജയൻ, വാർഡ് മെമ്പർ ശ്രീ അലക്സാണ്ടർ റാൽസൺ, MPTA അധ്യക്ഷ ശ്രീമതി ജസ്ന ഹാരിസ്, സ്റ്റാഫ് പ്രതിനിധി ശ്രീമതി സൂസൻ ഫാമില, ഹെഡ് ബോയ് മാസ്റ്റർ ഏബിൾ റോയ്, ഹെഡ് മിസ്ട്രസ് പ്രിയപ്പെട്ട മേരി ഷീന ടീച്ചർ, റീന ടീച്ചർ, ലോക്കൽ മാനേജർ റവറൻഡ് സിസ്റ്റർ സെസിൽ, PTA അധ്യക്ഷൻ ശ്രീ ഡോൺ സാവിയോ, കോട്ടപ്പുറം രൂപതയുടെ വികാര ജനറൽ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനി സഹോദരിമാരെ, ഈ കലാലയത്തിലെ അധ്യാപകർ, SNDP യൂണിയൻ്റെ സെക്രട്ടറിയും കൂടിയായ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് ഈ കലാലയത്തിൻ്റെ പ്രിയപ്പെട്ട, ഈ നാട് മുഴുവൻ സ്നേഹിക്കുന്ന സ്കൂളിൻ്റെ 100ാമത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് നഴ്സറി ആൻഡ് UP സ്കൂളിൻ്റെ 100ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. അഭിവന്ദ്യ പിതാവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണവും CSST സിസ്റ്റേഴ്സിൻ്റെ വലിയ നേതൃത്വപരമായ പങ്കും ഈ ചടങ്ങിൻ്റെ മികവ് വർദ്ധിപ്പിക്കുക. ഞാനൊരു ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് തന്നെ ഈ കോൺഗ്രിഗേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. 2011 ഒരു ജനപ്രതിനിധി ആയതിനു ശേഷം, പ്രത്യേകിച്ച് എറണാകുളം നഗരം എന്ന് പറയുന്നത് വിവിധ സ്ഥാപനങ്ങളാൽ വലിയ സമ്പന്നമായതാണ്. സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും, സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും, കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ കോളേജുകളിലൊന്നായ സെൻറ്റ് തെരേസസ്
കോളേജ് ആണെങ്കിലും എല്ലാം ഇന്ന് സെൻറ്റർ ഓഫ് എക്സലൻസുകളായി മാറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പ്രാഥമിക ഉന്നത വിദ്യാഭ്യാസ ആശയം പകർന്നു കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെ, ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുന്ന ഒരാളാണ് ഞാൻ. ഈ MP ആയതിനു ശേഷമാണ് അഭിമന്യ പിതാവ് പഠിച്ച സ്കൂളിലേക്കും പള്ളിപ്പുറത്തെ മറ്റ് കലാലയങ്ങളിലേക്കുമെല്ലാം എനിക്കും എത്തിച്ചേരാൻ സാധിച്ചത്. നമുക്കറിയാം, തീരദേശത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വികസനം ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും സാധാരണക്കാരായ, നിരാലംബരായിട്ടുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിന്ന ഒരുപാട് കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സാമുദായിക സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈപ്പിൻകരയുടെ ചെറായിയുടെ പള്ളിപ്പുറത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് സാമുദായികപരമായ വലിയ മുന്നേറ്റങ്ങൾ, ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, അവരുടെ പാദസ്പർശം കൊണ്ട് വലിയ പുണ്യമായ ഒരു ഭൂമിയാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം പ്രചരിപ്പിച്ച, നവോത്ഥാന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവാണെങ്കിലും, നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ ഏറ്റവും ആദ്യം പാകിയ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും, സഹോദരൻ അയ്യപ്പനാണെങ്കിലും, പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലുമെല്ലാം അവരുടെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടുമെല്ലാം പുണ്യമായ ഒരു ഭൂമിയാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങളും റോഡുകളും വികസനവും ഒന്നും എത്തിച്ചേരാത്ത കാലഘട്ടത്തിൽ തന്നെ കേരള മാതൃക, കേരള മോഡൽ എന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള, അഭിമാനിക്കാറുള്ള ആ മാതൃക സൃഷ്ടിക്കുന്നതിൽ ഇവരെല്ലാം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഡയറക്ടർ ആൻഡ്രോയിഡ് കൃഷിയിലച്ച നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള റാൽസൺ, അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ സ്കൂളിൻ്റെ ലീഡേഴ്സായിട്ടുള്ള 2 മക്കൾ, പ്രത്യേകമായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരന്മാരെ, വാത്സ്യ കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ട് തന്നെ ഈ 100ാം വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. നമ്മുടെ 2 ടീച്ചേഴ്സ്, ഷീന ടീച്ചറും സിനി ടീച്ചറും, തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈ ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. സിനി ടീച്ചർ പറഞ്ഞത് 23 വർഷം ടീച്ചർ ഇവിടെ സേവനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് സിനി ടീച്ചറും അതുപോലെ HM ആയിട്ട് 5 വർഷം ശക്തമായ നേതൃത്വം കൊടുത്ത ഷീന ടീച്ചർക്കും ആദ്യമായിട്ട് തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ നൽകിയ എല്ലാ ചെറിയ ചെറിയ വെളിച്ചത്തിനും വലിയ വെളിച്ചത്തിനും ഈ മക്കൾക്ക് കൊടുത്ത എല്ലാ ഉൾക്കാഴ്ചകൾക്കും ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. 100ാം വർഷത്തിലേക്ക് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും സങ്കടത്തിലാണ്. സങ്കടം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് 100 വർഷമായിട്ടും നമ്മുടെ LF സ്കൂള് ഇങ്ങനെ തന്നെ ആയിട്ടുള്ളൂ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര കണ്ടാൽ പോരാ എന്നുള്ളത് തന്നെയാണ്. സെൻറ്റ് റിസാർസ് കോളേജും അതുപോലെ തന്നെ തൃശ്ശൂർ സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ +2 സ്കൂളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CST സഭ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് കൊണ്ട് നടക്കുന്ന ഈ LF ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഇത്രയ്ക്ക് വളർന്നാൽ പോരാ. പക്ഷെ ഇന്ന് ഈ ദിവസം ഞാൻ കണ്ട അത് നമ്മുടെ പേരായ IB ഈഡൻ സാർ പറഞ്ഞതാണ്.
ഇന്ന് കണ്ട വലിയ വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ PTA നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ അധ്യാപകർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മക്കൾ വളരെ ചടുലമായി വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അധികം പേർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ മക്കളിങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ ഇത് 7ാം ക്ലാസ്സോടെ തീർന്നു പോകുന്നു എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ ഈ സ്കൂളുമായിട്ടുള്ള എൻ്റെ ബന്ധം ആദ്യമായിട്ടുള്ളത് 4ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് സെൻറ് മേരീസ് സ്കൂളിന് വേണ്ടി മത്സരിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഞാനിവിടെ വന്ന് സ്റ്റേജിൽ വന്ന് ഒരു പാട്ട് പാടി. പാട്ടിൻ്റെ ഈരടിമണി വായിച്ചു ഇങ്ങനെയാണ്: മണിയാൻ ചെട്ടിക്ക് മണിമിട്ടായി. കേട്ടിട്ടുണ്ടാവും പാട്ട്, പഞ്ചാര കുത്തിക്കുന്ന, അത് നല്ല പാട്ട്, പഴയ പാട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ട് പാടി അന്ന് എനിക്ക് സമ്മാനം കിട്ടിയതാണ്. അപ്പം അതുകൊണ്ട് അന്ന് ആകെ കൂടി ചിന്തിക്കുന്ന ഇതാണ്, സെൻറ് മേരീസ് എങ്ങനെയും LF-ന് മുന്നേ കയറി പോകണം, ചെറിയ പ്രായത്തിലുള്ള ചിന്തകളാണ്. പിന്നീട് വളർന്നു വലുതായപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവസരം, ഞാനിവിടെ സെമിനാരിയിൽ ആയിരുന്ന സമയത്ത് അവധിക്കാലത്ത് ഇവിടെ ടൈപ്പ് റൈറ്റിംഗ് പരിപാടി. അപ്പോൾ സിസ്റ്റേഴ്സ് പറയും, നിങ്ങൾ സെമിനാരിക്കാർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് ടൈപ്പ് റൈറ്റിങ്ങിന് വരാമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ സിസ്റ്റർ ജോസ്മരിയോട് പറഞ്ഞു, റെമിങ്ടൺ എന്നുള്ള കുറച്ച് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ട്, അതൊക്കെ ചിലപ്പോൾ അല്പം വാർദ്ധക്യം പിടിച്ച മെഷീൻ ആയതുകൊണ്ടായിരിക്കാം തലക്കിട്ട് തട്ടുമ്പോൾ കുനിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ സ്പീഡിൽ പോകാത്ത റെമിങ്ടൺ മെഷീൻ ഇങ്ങനെ ഡൊമിനിക്കത്തിന് ഞാനും ഇങ്ങനെ തട്ടും. അപ്പോൾ പിലോ ടീച്ചർ പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വായിപ്പ് നോക്കണതുകൊണ്ടാണ് മെഷീൻ വർക്ക് ചെയ്യാത്തത്. പക്ഷേ അന്നും ഈ LF-ന്റെ തണലിൽ ജീവിക്കാനായിട്ട് 1 മാസമെങ്കിലും എനിക്കിവിടെ ഇതിൻ്റെ സ്റ്റുഡൻ്റായിട്ട് തീരാൻ കഴിഞ്ഞുവെന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. പിന്നെ റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവേ, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ഹൈബീഡൻ സാർ, യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഡോൺ സാവിയോ, PTA പ്രസിഡന്റ്, അനുഗ്രഹീത സന്ദേശം നൽകുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ നിർമ്മല CSST, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പ്രിയ മാതാപിതാക്കന്മാരെ, 100 വർഷം ആഘോഷിക്കുന്ന LF സ്കൂളിൻ്റെ ഈ ഒരു സുദിനത്തിൽ ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. VG തമ്പിയുടെ തച്ചനറിയാത്ത മരം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത് അത് ഉറവിടങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. നമ്മളിന്ന് സെൻറ്റനറി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വലിയ സ്കൂളിൻ്റെ ഉറവിടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് വേണ്ടി പുതിയ പാതകൾ വെട്ടിത്തെളിച്ച, വെളിച്ചം പകർന്ന സന്മനസ്സുകളെ നമ്മളിവിടെ ഓർമ്മിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സ്കൂൾ ഇത്രയും മനോഹരമായി ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് അഭിമാനിക്കാം. അവർ പകർന്ന വെളിച്ചം അത് ഏറ്റവും ശോഭയോടുകൂടി പ്രകാശിപ്പിക്കാൻ നമുക്കായി എന്നതിൽ. UC കോളേജിൻ്റെ അകത്ത്, കോമ്പൗണ്ടിനകത്ത് ഒരു മരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. UC കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ഈ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ പുറത്താണ്, വലിയ വേരുകൾ പുറത്തായി നിൽക്കുകയാണ്. അപ്പോൾ ഈ മരത്തെ കാണുമ്പോൾ പത്മാസനത്തിൽ ഇരിക്കുന്ന ഒരു വലിയ മനുഷ്യനെ പോലെയാണ് തോന്നുക എന്ന് ഒരാൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ പഠിപ്പിച്ചിരുന്ന മ്യൂസിക് ടീച്ചർ അവർ പ്രകാരം പറയുന്നുണ്ട്, അത് ഈ കോളേജിൻ്റെ ആധ്യാത്മികതയുടെ അടയാളമാണ്. നമ്മൾ ഇന്ന് ഈ സ്കൂളിൻ്റെ സെന്റിനറി ആഘോഷിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ആധ്യാത്മികതയുടെ അടയാളമായി നിലകൊള്ളുന്ന ഒന്നാണ് ഈ സ്കൂൾ.
ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു